വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചു കൂടിയപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ ചാടിക്കയറി വണ്ടി കയറിയതാണ്. എൻ്റെ ഈ മുഖവും പൊത്തിരിക്കുന്നവനാണ് നമ്മുടെ ക്യാമറമാനോൻ. പെട്ടെന്ന് തീരുമാനിച്ചൊരു ഈവനിങ് ഔട്ടാനൊക്കെ ഉണ്ട്. ആർക്കും പ്രത്യേകിച്ച് വലിയ ധാരണയൊന്നുമില്ല ഇനി എവിടെ പോകണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് കൊളായിപ്പാലം ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇറങ്ങിയ ടൈം ചെറുതായിട്ട് പാളിപ്പോയത് കൊണ്ട് തന്നെ ഗേറ്റ് ഇടവായിരുന്നു ഗൈസ്. പിള്ളേരാണെങ്കിൽ തൊട്ടടുത്ത ബേക്കറിയിൽ നോക്കി കൊതി വിടുന്ന് കണ്ടപ്പോൾ ഞങ്ങളുടെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് വന്നിരിക്കുകയാണ്. കൊളായിപ്പാലം പോക്ക് എന്തായാലും ഇത് നടക്കൂല, നല്ല ബ്ലോക്കാ. നടന്ന് തിരിച്ച് ഞങ്ങൾ കൈ തട്ടി ഗോസായിക്കൊന്നിൽ പോവാണ് ഗൈസ്. ഇതായിരുന്നു ഗൈസ് അവസ്ഥ. ആർക്കും ഒരു പ്ലാനിങ്ങും ഇല്ലാത്തതുകൊണ്ട് തന്നെ പലരും പല ഐഡിയാസ് പറഞ്ഞ് പല വഴിക്ക് പോകണമെന്നായിരുന്നു. ലാസ്റ്റ് എല്ലാം കൂടെ നമ്മൾ എത്തിപ്പെട്ടത് ഇതിലൊന്നും പെടാത്ത ആരുടെ ഐഡിയയിലും വരാത്തൊരു സ്ഥലത്തുമായിരുന്നു. നമ്മളെ ക്യാമറമാനെ മുഖന്തരത്തതിന് വേറെ കാരണമുണ്ട് ഗൈസ്. ഞങ്ങൾ ആ വണ്ടിയിൽ ഇരുന്നപ്പോൾ തൊട്ട് അവന് ട്രോളിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവൻ മിണ്ടാണ്ട് ഒരു മൂലക്ക് വരുത്തിട്ട് പോവാൻ വിചാരിച്ച സ്ഥലത്തൊന്നല്ല അയാൾ എത്തിപ്പെട്ട. അയാൾ അവസാനം എല്ലാം കൂടി ഇങ്ങനെ ചുറ്റി പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ആരും അഭിപ്രായത്തിൽ വരാത്തൊരു സ്ഥലത്ത് ഞങ്ങൾ എത്തിയിരിക്കണം. എന്തൊരു താല്പര്യമില്ലാത്ത പോലെ, പക്ഷെ നല്ല വൈബ് സ്ഥലം. വന്നത് എന്തായാലും നന്നായി, നല്ല വൈബ് സ്ഥലം. സീരിയസ്ലി ഗൈസ് അടിപൊളി സ്ഥലമായിരുന്നു. ഞങ്ങൾ പോയ ടൈം എന്ന് പറയുന്നത് അടിപൊളി ടൈമായിരുന്നു കേട്ടോ. എന്തായിരുന്നു അവിടുത്തെ വ്യൂ എന്നറിയുമോ? നമ്മുടെ തൊട്ടടുത്ത് ഇത്രയും നല്ല അടിപൊളി പ്ലേസ് ഉണ്ടായിരുന്നിട്ടാണോ നമ്മളിങ്ങനെ ലോങ് ഒക്കെ പോകുന്നതെന്ന് ആലോചിച്ചപ്പോൾ ശരിക്കും എനിക്ക് റിഗ്രറ്റ് അടിച്ചിട്ടോ. എന്ത് ഭംഗിയായിരുന്നു അവിടെ, ഇങ്ങനെ എന്ത് രസമായിരുന്നു എന്നറിയോ. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ. എനിക്കറിയില്ല നിങ്ങൾക്ക് ഫോണിൽ വീഡിയോയിൽ കാണുമ്പോൾ ആ ഒരു പ്ലേസിൻ്റെ ഭംഗി മനസ്സിലാവുന്നുണ്ടോയെന്ന്. സീരിയസ്ലി നേരിട്ട് കാണാൻ അടിപൊളിയാണ്. നമ്മൾ ഈ ഒരു ട്രിപ്പിന്റെ സ്പോൺസറാണ് ഗൈസ്. സ്പോൺസർ ഞങ്ങൾ പറ്റുന്ന പോലെ ഞങ്ങൾ മുതലാക്കിയിട്ടുണ്ട്. ഹായ് പറയാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടി. നമ്മളൊരു ഡയമണ്ട് ഇരിക്കുന്ന ഇരുത്തം കണ്ട ഒരുത്തൻ ഇത് എന്തോ പോയി അണ്ണാൻ്റെ ഒട്ട് നിൽക്കുന്നു. സാധാരണ വ്ളോഗ് എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അതിലുള്ള വോയിസ് ക്ലിപ്പുകൾ പരമാവധി ഞാൻ മ്യൂട്ട് ചെയ്യാറുണ്ട്. കാരണം വേറൊന്നുമല്ല, വീട്ടിലുള്ള സംസാരങ്ങൾ അത് നിങ്ങൾക്ക് ഇഷ്ടാവോ ഇല്ലയോ എന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ പലപ്പോഴും മ്യൂട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ എന്തോ എനിക്കത് ചെയ്യാൻ തോന്നിയില്ല. നമ്മൾ ഒന്നിച്ചുള്ള മൊമെൻറ്റ്സ്, ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകിയ മൊമെൻറ്റ്സ് അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലും കൂടെ എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അതെ, നമ്മുടെ ഈ സ്ഥലം കണ്ടില്ലേ, എന്ത് ഭംഗിയല്ലേ. അപ്പോൾ നിങ്ങൾ പോവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കൂ കേട്ടോ. നമ്മളെ വടകരക്കാർ അല്ലെങ്കിൽ വടകരയിലേക്ക് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ഥലത്തേക്കൊന്ന് ചെല്ലിട്ടോ. ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ അടുത്തൊരു വയലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ഡാൻസിൻ്റെ ഷോർട്സ് എടുക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ കാറിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നുണ്ടായിരുന്നു. നമ്മുടെ കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പോയതാണ്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. നോക്കിയേ, ഇപ്പം നിങ്ങൾ കേട്ട വാവില്ലേ, അത് ശരിക്കും ഉള്ളിൽ നിന്ന് വന്നതാണ്. അതെ, നമ്മുടെ കേരളം ഇത്ര സുന്ദരമാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. അതെ, നമ്മുടെ നാട് അടിപൊളിയല്ലേ. നമ്മളിപ്പോൾ ഇനി എവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വരുമ്പോഴുള്ള ഒരു ഫീല് അത് നമുക്ക് വേറെ തന്നെ ആയിരിക്കുമല്ലേ. അർഷി ഇങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അർഷി പറയായിരുന്നു അവിടെയുള്ളവർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കണം, അവരുടെ അടുത്ത് നിർത്തി ഇങ്ങ് പോരാൻ പറയണമെന്ന്. ഒരു പക്ഷേ എല്ലാ പ്രവാസികളുടെയും മനസ്സിൽ അത് തന്നെയായിരിക്കും. ഓരോ പ്രാവശ്യം നാട്ടിൽ വരുമ്പോഴും പിന്നെ തിരിച്ച് പോരുത് എന്നായിരിക്കും അവർ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട് അവർക്കത് പറ്റാഞ്ഞിട്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടും വീട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ വിട്ട് ഗൾഫിൽ പോയി അവിടെ കഷ്ടപ്പെട്ട്, ഗൾഫിൽ നിന്നല്ല പ്രവാസികളായിട്ടുള്ള ഓരോരുത്തർക്കും എത്ര വിഷമം ഉണ്ടാവും അല്ലേ. ഒരു പ്രവാസിയുടെ ഭാര്യ ആയതുകൊണ്ട് തന്നെ എനിക്കത് നല്ലപോലെ മനസ്സിലാവും. ഒരു ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മാക്സിമം ശ്രമിച്ചെങ്കിലും അവൻ്റെ ഒരു ഫോട്ടോ പോലും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ പകരം നമ്മൾ കാറിൻ്റെ ഫോട്ടോസ് എടുത്തും പിന്നെ നമുക്ക് എടുക്കാനുള്ള റീൽസും കാര്യങ്ങളൊക്കെ എടുത്തും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി എന്ന് തന്നെ പറയാം. ഇപ്പോഴത്തെ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയാ. എന്തൊക്കെയാലേ അവൻ്റെ കളികൾ. അവൻ്റെ എല്ലാ കളികൾക്കും കോപ്രാങ്ങൾക്കും കൂട്ടു നിൽക്കാൻ അവൻ്റെ 2 ചേച്ചിമാരും. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. നമ്മൾ അൽഫാം പറഞ്ഞു, അൽഫാമും പറഞ്ഞു. പിന്നെ ഞാൻ
പ്ലേറ്റ് ഷവർമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം. പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വരാം. ബൈ.